അതിലായിരം ആശകൾ മലയാളി. നീ എവിടെയായിരുന്നു? ഞാൻ ഒരു ചായ കുടിക്കാൻ പോയത്. ചായ കുടിക്കാൻ ഇത്രയും സമയം? ഈ തണുപ്പത്ത് ഒരു ചായ കുടിക്കുമ്പോ കച്ചവടത്തിനൊരു എനർജി അല്ലേ മലയാളി? എന്നാ നിന്റെ വക എനിക്കൊരു ചായ ഓർഡർ ചെയ്യും. മലയാളി എന്തായാലും സത്യം പറയാം, അത്ര വലിയ എനർജി ഒന്നും ഇല്ല. അങ്ങോട്ട് പോകാൻ വയ്യ, ഭയങ്കര തണുപ്പാന്ന്. തണുപ്പ് എന്തായാലും നല്ലോണം കൂടി. ഈ തണുപ്പത്ത് എല്ലാ മൈൽഡ് ഫ്രാഗ്രൻസും നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും അല്ലേ? നല്ല കോംപ്ലിമെന്ററി കിട്ടും. ഓ, അപ്പം നിന്നോടൊരു കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത് നീ ഏതാണ് പറയുക? ഈ കാലാവസ്ഥയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗസലും 7th എഡിഷനും മസ്ക് സൂഫിയും. അതെന്തുകൊണ്ടാ? തണുപ്പ് തുടങ്ങിയതിനു ശേഷം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കൂടുതലാണ് ഈ മൂന്നെണ്ണത്തിന്. അതുകൊണ്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഗസലും മസ്ക് സൂഫിയും ചൂട്ടത്തും അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യും. പക്ഷെ ഇതിന്റെ എക്സാക്ട് പെർഫോമൻസ് തണുപ്പിനെ മലയാളി. അതുകൊണ്ടാണ് ഇത്ര ഫീഡ്ബാക്ക്. കാരണം ഞാനല്ല ഇതെല്ലാം അറ്റൻഡ് ചെയ്ത്. ഈ തണുത്ത കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂംസിനൊക്കെ നല്ല പ്രൊജക്ഷൻ കിട്ടുന്ന സമയമാണ്. അപ്പോൾ അറബല്ല ഫ്രാഗ്രൻസിൽ ഇത് മൂന്നെണ്ണത്തിന് നല്ല ഫീഡ്ബാക്കുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മളിത് വേറെയും പ്രൊഡക്റ്റുകളുണ്ട്. വേറൊരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം, നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. അറബല്ല ഫ്രാഗ്രൻസിൻ്റെ ദേജാവു സെൻസേഷൻ. ഇത് ഓഫീസുകളിലെല്ലാം പോകുമ്പോൾ ഉപയോഗിക്കും. ഒരു യുണീക്ക് പ്രൊജക്ഷനാണ്. നമ്മൾ ഉപയോഗിച്ച് 1 hour ഒക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രൊജക്ഷനാണ്, കോംപ്ലിമെൻ്ററി ഉറപ്പാണ്. ഞാനിത് പറയാൻ കാരണം നമ്മൾ ഇതിനെ അങ്ങ് മാർക്കറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് കൊണ്ടുപോയവരുടെ ഫീഡ്ബാക്ക് അറിഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ട്രൈ ചെയ്യണം, സംതിങ് ഡിഫറെൻറ്റ്, അങ്ങനത്തെ നോട്ട്സുള്ള പെർഫ്യൂം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് അറബല്ല ഫ്രാഗ്രൻസിൻ്റെ ദേജാവു സെൻസേഷൻ.